നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്നത്തെ പതിവ് എന്താച്ചാല് ഭയങ്കര മുഖ്യമായ ഒരു പതിവ്. മുഖ്യമായ പതിവ് എന്ന് ചോദിച്ചാല് നമ്മുടെ മനസ്സിന് പിടിച്ചവരെ പിരിഞ്ഞിട്ട് മനസ്സ് ഒത്തിരി നൊന്ത് വേദനിച്ചിരിക്കുന്നവര്, അങ്ങനെ ഇരിക്കുന്നവര് ഒരേ ഒരു തവണ ഈ ഒരു വിഷയത്തെ ചെയ്താൽ മതി. അതെ, ഒത്തിരി അടുത്തിടപഴകിക്കൊണ്ട് ഫ്രണ്ട്ഷിപ്പിലിരുന്നവര്, സ്നേഹിതര്, നമ്മുടെ റിലേറ്റീവ്സിലുള്ള ആരോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ വിട്ട് പോയവര്, ഒരു കാലത്തില് നീ ഇല്ലെങ്കിൽ ഞാനില്ല, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിരുന്നവര്, ഉടലും ഉയരും മാതിരി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലെ ഒരേ ശരീരവും ഒരേ മനസ്സാലും ഇരുന്നവര്, അത് വന്നിട്ട് തിക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അതല്ല ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം, ഇല്ലെങ്കിൽ കൂടപ്പിറപ്പ് അങ്ങനെ ആയിരിക്കാം, അതല്ലെങ്കിൽ അച്ഛനമ്മയും മക്കളും, അതായത് പാരൻസും കുട്ടികളും, ആരായിരുന്നാലും എന്ത് ഉറവായിരുന്നാലും എന്തൊരു കാരണത്തിൽ പിരിഞ്ഞു പോയവരായാലും ഓക്കെ, പക്ഷെ ന്യായമായ കാര്യത്തിനായിരിക്കണം. ഒരിക്കലും ചതിപ്രയോഗമോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി ഒരു കാരണവശാലും ഈ ഒരു മുറ നിങ്ങൾ ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. ഈ വഴിമുറ വന്നിട്ട് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇന്നാണ് നിങ്ങൾ ഈ പതിവ് കാണുന്നതെങ്കിൽ ഇന്നേക്ക് തന്നെ നിങ്ങൾക്ക് ഇത് ആരംഭിക്കാവുന്നതാണ്. ഇനി നല്ല നാള് നോക്കണം, നല്ല നേരം നോക്കണം, അങ്ങനെ യാതൊന്നുമേ ഇല്ല. ശുഭമുഹൂർത്തമെന്നോ വളർപ്പുറ പഞ്ചമി വളർപ്പുറ അഷ്ടമി അങ്ങനെ യാതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. തേയ്പ്രകാലമെന്നോ ഒന്നും ഇല്ല. ഇത് വന്നിട്ട് പല ആണ്ടുകളായിട്ട് പല വർഷങ്ങളായിട്ട് ഒരു ചില പേര് തമ്മിൽ പിരിഞ്ഞു പോയിരിക്കും. അതിൽ ഒരാളിന് വന്നിട്ട് തിരിച്ചും ഈ ബന്ധം കണ്ടിന്യൂ ചെയ്യണം, അവരുടെ കൂടെ നമുക്ക് സംസാരിക്കണം, ഒന്ന് കാണണം. അങ്ങനെ ഒരാൾക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും, നമുക്ക് ഒന്നു ചേരണം, അവർക്ക് എൻ്റെ കൂടെ നല്ല സ്നേഹത്തോടെ അവരെൻ്റെ കൂടെ ഇരിക്കണം, എനിക്ക് അവരെ കാണണം, അങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ടാവാം. ഒരു കാലത്തിൽ അവർ എങ്ങനെ നമ്മളെ കൂടെ ഇരുന്നുവോ അതുപോലെ തിരിച്ചും വന്ന് ഇരിക്കണമെന്ന് ഒരു വിരുപ്പത്തോടെ ഇരിക്കുന്നവരുണ്ടാവും. എന്നാൽ വേറൊരുത്തർ വന്നിട്ട് ഒത്തിരി കോപത്തില് പറയുന്നത്, ഞാൻ ഇനി അവരുടെ മുഖത്തെ നോക്കില്ല, ആ ഏരിയയിലോട്ടേ പോകത്തില്ല, ഒരു ബന്ധവും വേണ്ട, നീ എന്നെ കാണാൻ വരരുത്, എന്റെ കൂടെ സംസാരിക്കാൻ നീ അതിനു വേണ്ടിയുള്ള സ്റ്റെപ്പ് എടുക്കാൻ പാടില്ല, അങ്ങനെ അത് വെട്ടി മാറ്റി റിലേഷൻഷിപ്പ് മാറ്റി പോയിരിക്കുന്നവരായിരിക്കും ഒരു സൈഡിലുള്ളവര്. സോ അങ്ങനെ ഇരിക്കുന്നവരുടെ മനസ്സ് മാറ്റി തിരിച്ചും നിങ്ങളടുത്ത് വന്ന് പഴയതുപോലെ സംസാരിച്ച് ആ റിലേഷൻഷിപ്പ് തിക്കാകുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു ബന്ധത്തിലിരുന്ന ബന്ധം പഴയതുപോലെ നല്ലതായിട്ട് സംസാരിച്ച് ഒരുപോലെ നന്നായിട്ട് സമാധാനത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടിയ ഒരു വഴിമുറയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഒരു ചില പേര് വന്നിട്ട് എന്താ കാര്യത്തേക്കെന്ന് വെച്ചാല് ഇതെല്ലാം ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള വഴിമുറയെന്ന്, ഇതെല്ലാം വന്നിട്ട് ഒരു വശ്യം ചെയ്യുന്നതെന്ന്, തെറ്റായ മുറകളെയാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് ഒരു ചില പേര് വിശ്വസിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ തെറ്റായ ധാരണയൊന്നും ആരും വെക്കണ്ട. ജസ്റ്റ് നമ്മൾ ഒരു ചെറിയ ഉയർച്ച എടുക്ക പോകുന്നു. കാരണം എന്ന് വെച്ചാല് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യുന്നു. ഈ വഴിമുറ നമ്മൾ നോക്കിയാലേ ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നു, ഇതിന്റെ ശരിയായ വഴിമുറ എങ്ങനെയാണ്, അതെല്ലാമേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോ ഇത് ചെയ്യാൻ വേണ്ടി ഒരു പൊരുള് അത്യാവശ്യമാണ്. അത് എന്താന്ന് നോക്കിയാല് വേപ്പിലയാണ്. 2 പൊരുൾകളാണ് തേവപ്പെടുന്നത്. ഒന്ന് വന്നിട്ട് വേപ്പിലയും ഒന്ന് വന്നിട്ട് തേനും. ഇത് രണ്ടും വന്നിട്ട് ഇതിന്റെ ചൊവ നോക്കിയാല് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചൊവയല്ലേ കിട്ടുന്നത്. വേപ്പില വന്നിട്ട് ഭയങ്കര കയ്പായിരിക്കുമില്ലേ, അതുപോലെ തേന് വന്നിട്ട് ഭയങ്കര സ്വീറ്റ് ആയിരിക്കുമില്ലേ, നല്ല ഇനിപ്പ്. അതുപോലെ തന്നെ ഒരാള് വന്നിട്ട് നല്ല തേൻ പോലെ ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ഇനിപ്പായിരിക്കും. എന്നാല് അടുത്ത ആള് വന്നിട്ട് വെറുപ്പ മാതിരി, അതായത് വേപ്പില മാതിരി ഭയങ്കര കശപ്പായിട്ട് ഇരിക്കുന്ന ഒരാളായിരിക്കും. പല കാര്യങ്ങളും തുറന്നടിച്ച് സംസാരിക്കുന്നവരായിരിക്കും. ശരിയാ? ഇപ്പോ നിറയെ പേരെ നമ്മൾ നോക്കുമ്പോൾ അവര് പറയും, ഒരു ചില പേരുടെ അടുത്ത് നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് നമ്മൾ വിലകി മാറിപ്പോയിരിക്കുന്നു, അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റില്ല, അത് ഒരു തരത്തിലും നമുക്ക് ചേർന്ന് പോകാൻ ഒക്കത്തില്ല, അങ്ങനെ ഒരു ചില പേര് പറയും. അതുപോലെ വേറൊന്ന്, നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇരിക്കുന്നവരോട് ആരും ചേരാറില്ല. അതുപോലെ തന്നെ നമ്മൾ നല്ല നാളുകളിൽ നമ്മൾ കയ്പുള്ള സാധനങ്ങളൊന്നും വീട്ടില് കുക്ക് ചെയ്യില്ലല്ലോ,
പാവയ്ക്ക മാതിരിയുള്ള കയ്പുള്ള സാധനങ്ങളൊന്നും വീട്ടിൽ കുക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാലും നമ്മൾ സ്വീറ്റ് അല്ലേ കൊടുക്കുന്നത്, നമ്മൾ ഒരു കാരണവശാലും കയ്പുള്ള ഒരു സാധനവും കൊടുക്കില്ലല്ലോ. അതെന്താച്ചാല് അവർക്കുള്ളില് വഴക്ക് വന്നിടും, ഫൈറ്റ് വന്നിടും. ശരിയായിട്ട് എന്ന് വെച്ചാൽ ഒരു തവണ സംസാരിച്ചിട്ട് പോയിട്ട് അടുത്ത തവണ എന്തെങ്കിലും ഒരു കാരണത്തിൽ വഴക്കുണ്ടാവുമെന്ന് ഒരു മിത്തായിട്ട് എല്ലാരും കരുതപ്പെടുന്നത് കൊണ്ട്. സോ ഈ പതിവിൽ വന്നിട്ട് ഈ 2 പൊരുൾകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ വഴിമുറ ചെയ്യാൻ പോകുന്നത്. ഇനിയൊന്ന്, ഇതിന് വന്നിട്ട് യാതൊരുവിധ റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസും ഇല്ല. ഇപ്പോൾ നോൺ വെജ് കഴിച്ചിട്ടെന്നോ, നമ്മൾ പീരീഡ്സ് ആയിരിക്കുമ്പോഴെന്നോ, അതല്ല പുലവാലായ്മയുണ്ടെന്നോ, അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. ആര് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒന്ന് മാത്രം ഓർത്തോളുക, നിങ്ങൾ ഇത് തുടർന്ന് 7 ദിവസം ചെയ്യണം. ഇനി വേറൊന്ന്, ഈ ഇലയ്ക്ക് പകരമായിട്ട് നിങ്ങൾ വേപ്പിലയ്ക്ക് പകരമായിട്ട് വേറെ ഏതെങ്കിലും ഇല യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചാല് പാടില്ല. ഒരു കാരണവശാലും വേപ്പില എന്നല്ലാതെ വേറെ ഒരു ഇലയും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളതേ അല്ല. വേപ്പിലയും തേനും ഈ 2 പൊരുൾകളാണ് ഈ ഒരു വിഷയം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടിയത്. 7 ദിവസം തുടർച്ചയായിട്ട് ആര് നിങ്ങളോട് സംസാരിക്കണോ, നിങ്ങളോട് പഴയ പോലെ ആ റിലേഷൻഷിപ്പ് വീണ്ടെടുത്ത് വരണമോ അവരെ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾക്ക് ഈ വഴിമുറ ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള നിങ്ങളുടെ ആ ആള് വന്നിട്ട് നിങ്ങളുടെ വീടിനടുത്തോ നിങ്ങളുടെ വീടിനകത്തോ, ഓർത്തോളുക, വീട്ടിലുള്ളവരാണെങ്കിലും വീടിന് പുറത്തുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് അറിയുന്നിടത്തിലുള്ളവരാണെങ്കിലും, അതല്ല എബ്രോഡ് ആണെങ്കിലും അതൊന്നും യാതൊരു പ്രശ്നമേ ഇല്ല, നിങ്ങൾക്ക് ധാരാളമായി ചെയ്യാവുന്നതാണ്. ഇനി വന്നോളൂ, എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ വേപ്പിലയാണ് വേണ്ടിയതെന്ന്. ഇപ്പോ മുതൽ നാള് ഫസ്റ്റ് ഡേ വന്നിട്ട് നിങ്ങൾ ഒരു ഇല എടുത്തോളുക. 7 നാളത്തേക്ക് കണക്കാക്കി 7 ഡേയ്സിലേക്ക് 7 ലീഫ്, 7 ഇലകള്. ശരിയാ? ഇനി നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിലൊന്നും വേപ്പില കിട്ടിയില്ല വെച്ചാല് നിങ്ങള് ഒരു കൊത്ത്, അതായത് ഒരു പിടിക്ക് വേപ്പില എടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഓരോ ദിവസവും എടുത്തോളുക. ഓരോരോ ദിവസത്തേക്ക് ഓരോരോ ഇല മാത്രം മതി. ഇതില് നിങ്ങൾ ന്യായമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആരാണ് നിങ്ങൾക്ക് തിരിച്ചു വരേണ്ടിയത് എന്നുള്ളത് നിങ്ങൾ ഈ ഇലയില് അവരുടെ പേര് നിങ്ങൾ എഴുതിക്കൊള്ളുക. ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡാണ് തിരിച്ചു വരാനുള്ളത് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പേര് ഈ ഇലയിൽ എഴുതുക. ഒരാൾക്ക് വേണ്ടിയേ ഒരു തവണ ചെയ്യാൻ പാടുള്ളൂ. വേറൊന്ന്, ഇപ്പൊ ഇല്ലീഗൽ റിലേഷൻസിനൊന്നും ഇത് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്, അത് തിരിച്ചടി കിട്ടും. അതിനാല് നിങ്ങൾ നേർമയായ കാര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ശരിയാ? എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ പേശണം, അല്ല എന്റെ വൈഫ് എന്റെ കൂടെ പേശണം, ഇതും അല്ല എന്റെ ഫ്രണ്ട് എന്റെ കൂടെ സംസാരിക്കണം, അങ്ങനെ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വെക്കാവുന്നതാണ്. പേരെഴുതി വെച്ചോളുക. ഇത് ഒരാളിന്റെ പേരെ നിങ്ങൾ എഴുതി വെക്കാൻ പാടുള്ളൂ. ഇപ്പോ ഈ പറഞ്ഞ എല്ലാവരുടെയും പേര് ഒന്നിച്ചെഴുതി നിങ്ങൾക്ക് വെക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്താല് ഇത് വർക്കൗട്ട് ആവില്ല. ഈ ഇലയിൽ നമ്മൾ എഴുതിയല്ലോ, എഴുതിയതിനു ശേഷം അതിന്റെ മേലെ വയ്ക്കാൻ വേണ്ടിയ ഒരു പൊരുൾ എന്താച്ചാല് അത് വന്നിട്ട് തേനാണ്. നിങ്ങളിപ്പോ ബോട്ടിലല്ലേ തേൻ വെച്ചിരിക്കുന്നത്, അതിൽ നിന്നൊരു സ്പൂണ് തേൻ കുറച്ചെടുത്തിട്ട് ഈ ഇലയിലോട്ട് വെച്ചോളുക. നെയ്മിൽ ഫുള്ളായിട്ട് തേന് തടവി വെച്ചിട്ട് നിങ്ങൾ കുറച്ച് തേന് കിണ്ണത്തിലോ ഡബയിലോ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. എന്താ വെച്ചാല് ഒരു വേപ്പില എടുക്കുക, അതില് നിങ്ങൾക്ക് ആരാണ് തിരിച്ചു വരേണ്ടത് അവരുടെ പേര് എഴുതുക. എന്നതിന് ശേഷം കുറച്ച് തേനെടുത്ത് അതിൽ പുരട്ടിക്കൊള്ളുക. എന്നിട്ട് ഒരു കിണ്ണത്തിലോ ഇല്ലെങ്കിൽ ഒരു ഡബ്ബയിലോ കുറച്ച് തേൻ അവിടെ വെച്ചിരിക്കുക. ശരിയാ? ഇത് ഇന്നിപ്പോ ഒരു നേരത്തിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നാളെ വന്നിട്ട് നിങ്ങൾ ഇതേ സമയത്തിന് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എപ്പോ സമയം കിട്ടുന്നുവോ അപ്പോ ചെയ്തോളുക. എല്ലാം ഒരേ സമയത്ത് ചെയ്യണമെന്ന് ഇല്ല. ശരിയാ? ഇങ്ങനെ എഴുതിയല്ലോ, എന്നിട്ട് ഈ ഇല എടുത്ത് നിങ്ങളുടെ വലത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പറയണം, ഈ വ്യക്തി പഴയതുപോലെ എൻ്റെ അടുത്ത് തിരിച്ചു വന്ന് നന്നായിട്ട് പെരുമാറണം, നല്ല ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ പറയുക. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വന്ന് ഒന്ന് അതിനെ റിന്യൂ ചെയ്ത് കൊടുക്കുക. അത് എല്ലാ തെറ്റിദ്ധാരണകളും മാറി ആള് തിരിച്ചു വരാം എന്ന് പറഞ്ഞോളുക. നീണ്ട നാൾ ഈ റിലേഷൻഷിപ്പ് നീണ്ടു നിൽക്കണം, അവർ വന്ന് എൻ്റെ കൂടെ സംസാരിക്കണം എന്ന് നിങ്ങൾ വേണ്ടിക്കൊള്ളുക. ശരിയാ? ഇപ്പൊ നിങ്ങൾക്ക് വേറൊരു കാര്യം ചൊല്ലാവുന്നതാണ്. ഈ പേരിന്റെ കൂടെ നിങ്ങൾ ഏത് പേരാണ് എഴുതുന്ന ആ പേര് ചൊല്ലിയിട്ട് വസി വസി അങ്ങനെയും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. വസി മീൻസ് നിങ്ങൾക്ക് വശംപ്പെടണം, വശ്യമായിട്ട് വരണം എന്നതിനുള്ള ഒരു വാർത്തയാണ് വസി എന്നത്.
ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ വേറൊന്നും, ഓരോ ദിവസം ഓരോ പേര് എഴുതാൻ പാടില്ല. ഇന്ന് എഴുതിയ പേര് തന്നെ നാളെ എഴുതണം, അടുത്ത നാളെ അത് തന്നെ എഴുതണം. 7 ഡേയ്സും ഒരേ നെയിം തന്നെ എഴുതിക്കൊള്ളുക. ഇനി ഈ ഇല ഏത് ഇടത്തിൽ വെക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു ബോക്സിലിട്ട് അടച്ചു വെച്ചോളുക. പൂജയറയിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കബോർഡിലോ എവിടെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ തോന്നുന്നത്, ഇപ്പൊ കിച്ചണിൽ ഒരിടത്തിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ആയെങ്കിൽ അടുത്ത നാൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്തിന് ഒരു ഇല എടുത്ത് അവരുടെ പേര് എഴുതിയിട്ട് ഈ തേന് തടവിയതിനു ശേഷം നിങ്ങൾ പറയുക, അവര് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം, നല്ല സന്തോഷമായിട്ട് എൻ്റെ കൂടെ സംസാരിക്കണം, റിലേഷൻഷിപ്പ് നിലനിന്ന് പോകണം, അങ്ങനെ നിങ്ങൾ വേണ്ടിക്കൊള്ളുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടും. കാരണം ഇപ്പൊ നിങ്ങളുടെ നമ്പർ അവര് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല, വിളിച്ചാൽ എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്ന, രണ്ടുപേർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തകവൽ നിങ്ങൾക്ക് കൊണ്ടുതരും. ശരിയാ. ഇല വന്നിട്ട് നിങ്ങൾക്ക് തേന് തടവിയതിനു ശേഷം അടുത്ത ഇല പിറ്റേ ദിവസം അതിന്റെ മേലെ വെക്കാം, ബോക്സിൽ അല്ലാതെ നിങ്ങൾക്ക് വെറുതെ ഇടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് ഇല ഒന്നിന്റെ മേലെ ഒന്ന് ഒട്ടുന്നു, അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. അടച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ അടച്ചു വെക്കാതിരുന്നാൽ എറുമ്പ് വന്നിട്ട് എല്ലാം അത് നാശപ്പെടുത്തും. അതിനാൽ അടച്ചു വെക്കുക എന്നത് മസ്റ്റായിട്ട് മറക്കാതെ ചെയ്തോളുക. സോ ഏതോ ഒരു ബോക്സ്, അത് പ്ലാസ്റ്റിക് ആയാലും ശരി, കണ്ണാടി ആയാലും ശരി, പക്ഷെ സ്റ്റീൽ മാത്രം യൂസ് ചെയ്യരുത്. 7 നാള് കഴിഞ്ഞിട്ട് എന്താ ഈ ഇല ചെയ്യേണ്ട വെച്ചാൽ 8ാമത്തെ നാള് ഈ ഇല എടുത്തിട്ട് നിങ്ങൾ കാൽപ്പെടാത്ത ഇടത്തിൽ എറിഞ്ഞോളുക. ശരി, ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഇതൊരു എളിയ വഴിപാടാണ്. ഇനി വേറൊന്ന്, നിങ്ങൾ ഇത് ചെയ്തു 7 ദിവസം ചെയ്തിട്ടും നിങ്ങൾക്ക് യാതൊരു റിസൾട്ടും കിട്ടിയില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 1 വീക്ക് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും എഗെയിൻ നിങ്ങൾ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തോളുക. സോ നിങ്ങളിത് ചെയ്ത് നോക്കിക്കൊള്ളുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയവർ വന്നിട്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒന്നെങ്കിൽ നേരെ വിളിക്കുക, ഇല്ലെങ്കിൽ മെസ്സേജിലൂടെയോ എങ്ങനെയായാലും നിങ്ങൾക്കും അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. സോ വിശ്വാസമുള്ളവർ മാത്രം ഇത് ചെയ്ത് നോക്കിക്കൊള്ളുക. ഒരുപാട് പേര് ചെയ്ത് വർക്കൗട്ട് ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ആരും മിസ് ചെയ്യാതിരിക്കുക. ശരിയാ. എന്താ ഇതിൽ എഴുതിയ ഉടനെ തന്നെ വന്ന് സംസാരിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഒരു കാരണവശാലും നിങ്ങളിത് എഴുതാൻ പാടില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ, നിങ്ങൾ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്തോളുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.